ടാരിഫ് അനിശ്ചിതത്വം രാജ്യത്തെ സ്വകാര്യ നിക്ഷേപത്തെയും തൊഴിൽ സാധ്യതകളെയും ബാധിച്ച സാഹചര്യത്തിൽ ഉപഭോഗം വർദ്ധിപ്പിച്ച് വളർച്ചയെ പിന്താങ്ങുക എന്ന ലക്ഷ്യത്തോടെയാണ് GST പരിഷ്കരണം. നമുക്ക് വിശദമായി നോക്കാം. ചരക്ക് സേവന നികുതിക്ക് ഇനി മുതൽ 2 സ്ലാബുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ 12%, 28% എന്ന സ്ലാബുകൾ ഒഴിവാക്കി ഇനി മുതൽ 5%, 18% സ്ലാബുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. രാജ്യത്തെ സാധാരണക്കാർക്കും ബിസിനസ് സംരംഭങ്ങൾക്കും വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ തീരുമാനം. ഇനി അടുത്തതായി കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ജനങ്ങൾ നിത്യേന വാങ്ങുന്ന വസ്തുക്കൾക്ക് വില കുറഞ്ഞിട്ടുണ്ട്. അതായത് ടൂത്ത് പേസ്റ്റിനും ബ്രഷിനും ഒക്കെ വില കുറയും. 18% നിന്ന് 5% വില കുറയുക. ഹെയർ ഓയിൽ, ഷാംപൂ, സോപ്പ്, ഷേവിംഗ് ക്രീം ഇവയ്ക്കൊക്കെ 18% നിന്ന് 5% വില കുറയും. തിളപ്പിച്ച് സംസ്കരിച്ച UHT പാലിന് GST ഇല്ല. അതായത് പാൽ ഉൽപ്പന്നങ്ങൾക്ക് ചീസ്, പനീർ, നെയ്യ്, ബട്ടർ മുതലായ വസ്തുക്കൾക്ക് വില കുറയും. മറ്റൊരു പ്രധാന മാറ്റം ആരോഗ്യ മേഖലയിലാണ്. ആരോഗ്യ ഇൻഷുറൻസിനും ലൈഫ് ഇൻഷുറൻസിനും GST ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി വിദ്യാഭ്യാസ മേഖലയ്ക്കും നികുതി ഇളവുണ്ട്. അവ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പെൻസിൽ, ഷാർപ്പനറുകൾ, ഇറേസറുകൾ, ക്രയോണുകൾ, പേസ്റ്റലുകൾ ഇവയ്ക്കൊക്കെ നികുതിയില്ല, നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. കോപ്പി ബുക്കുകൾ, നോട്ട് പുസ്തകങ്ങൾ ഇവയ്ക്കും നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. മാപ്പുകൾ, ചാർട്ടുകൾ, ഗ്ലോബുകൾ ഇവയ്ക്കൊന്നും തന്നെ നികുതിയില്ല. ഇനി വലിയ മാറ്റമുള്ളത് പുകയില ഉൾപ്പെടെയുള്ള പാപവസ്തുക്കൾക്ക് വില കൂടുമെന്നുള്ളതാണ്. ഉൽപ്പന്നങ്ങൾക്ക് GSTയും സെസ്സും അടക്കം 40% നികുതിയായിരിക്കും നൽകേണ്ടി വരിക. പുകയിലയ്ക്കും സിഗരറ്റ്, ഗുഡ്ക, പാൻ മസാല തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങൾക്ക് 28% നിന്ന് 40% നികുതി ഉയർത്തിയിരിക്കുന്നത്. ഇടത്തരക്കാർക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ചിലയിനം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ GST കുറച്ചിട്ടുണ്ട്. AC, 32 ഇഞ്ചിന് മുകളിലുള്ള TV, മോണിറ്ററുകൾ, പ്രൊജക്ടറുകൾ, ഡിഷ് വാഷുകൾ തുടങ്ങിയവയ്ക്കൊക്കെ 28% നിന്ന് 18% കുറച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കുള്ള പാൽക്കുപ്പി, നാപ്കിൻ, മുതിർന്നവർക്കുള്ള ഡയപ്പറുകൾ എന്നിവയ്ക്കൊക്കെ 12% നിന്ന് 5% കുറച്ചിട്ടുണ്ട്. തയ്യൽ മെഷീൻ, അതിന്റെ ഭാഗങ്ങൾക്കും നൂലുകൾക്കുമൊക്കെ 12% നികുതിയിൽ നിന്ന് 5% കുറച്ചിട്ടുണ്ട്. ഇനി വാഹനപ്രേമികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യത്തിലേക്കാണ്. 1200 cc വരെയുള്ള പെട്രോൾ, ഹൈബ്രിഡ് ഗ്യാസ് കാറുകൾക്ക് 28% നിന്ന് 18% നികുതി കുറച്ചിട്ടുണ്ട്. 1500 cc വരെയുള്ള ഡീസൽ ഹൈബ്രിഡ് കാറുകൾക്ക് 28% നികുതിയിൽ നിന്ന് 18% നികുതിയായി കുറച്ചിട്ടുണ്ട്. 330 cc വരെയുള്ള ബൈക്കുകൾ, ഓട്ടോകൾക്കൊക്കെ 28% നിന്ന് 18% കുറച്ചിട്ടുണ്ട്. ഇനി കാർഷിക മേഖലയ്ക്കും വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ട്രാക്ടറുകളുടെ ടയറുകൾക്കും യന്ത്രഭാഗങ്ങൾക്കും ഒക്കെ GST കുറച്ചിട്ടുണ്ട്. 18% നിന്ന് 5% കുറവ് വന്നിരിക്കുന്നത്. ട്രാക്ടറുകൾക്ക് വില കുറയുന്നുണ്ട്, 5% വില കുറയും. ജൈവ കീടനാശിനികൾക്കും ജലസേചന ഉപകരണങ്ങൾക്കും കൂടി വില കുറയുന്നുണ്ട്. 12% നിന്ന് 5% കുറയുക. ഇതെല്ലാം പ്രാബല്യത്തിലാവുക സെപ്റ്റംബർ 22-നായിരിക്കും. അതേസമയം തന്നെ പുകയില ഉൽപ്പന്നങ്ങളുടെ 40% നികുതി അന്ന് പ്രാബല്യത്തിൽ വരില്ല. തൽക്കാലം അത് 28% തന്നെ തുടരുകയും ചെയ്യും.